ഹല്ലാജെ കൊല്ലും നാളന്ന് ഞാനുണ്ടെങ്കിൽ അപ്പോളവരെ കൈപ്പിടിപ്പേ ഞാനെന്നോവർ. മൻസൂർ പുത്തനത്താണി സാമൂഹിക മാധ്യമങ്ങൾ നമ്മൾ തിരഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ സൂഫി സംഗീതവുമായിട്ട് നിറഞ്ഞു നിൽക്കുന്നൊരു വ്യക്തിയാണ്. ഇപ്പം പാടിയിരിക്കുന്നത് മൊഹിദ്ദീൻ മാലയിലെ 4 വരികളാണ്. ഇത് മൻസൂർ ഹല്ലാജിനെ അദ്ദേഹത്തിൻ്റെ ദിവ്യ പ്രണയത്തിൽ ഫനേൻ്റെ സ്റ്റേജിലെത്തിയ സമയത്ത് അനിൽ ഹക്ക് എന്ന് പറഞ്ഞപ്പോൾ രാജാവരെ വധിക്കുന്ന സന്ദർഭം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആ സമയത്ത് ഞാനുണ്ടായിരുന്നെങ്കിൽ കൊല്ല ചെയ്യുന്ന ആളെ കൈ ഞാൻ പിടിക്കുമായിരുന്നു പറയാണ്. അപ്പോൾ ഈ ശ്രേണിയിൽ അതായത് സൂഫി ആയിട്ടുള്ള അത്തരം ആളുകളോട് സൂഫി ധാരയിൽ വരുന്ന ആളുകൾക്ക് ഒരു ദിവ്യ പ്രണയം പരസ്പരം ഉണ്ടാവുമെന്നാണ് ഈ കവിത എന്ന് മനസ്സിലാവുന്നത്. മൻസൂർ പുത്തനത്താണിയെ പാട്ടുകൾ കൊണ്ട് അറിയാൻ പറ്റുന്നത് ഒരു സൂഫി ധാരയിലുള്ള മനുഷ്യനാണ്. ഇപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ ഈ വേഷഭൂഷാദികളിലും അത് പ്രതിഫലിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ മൻസൂർ പുത്തനത്താണി എന്ന് പറഞ്ഞാൽ സൂഫി ലൈനിലേക്ക് ജീവിതം കൊണ്ടുപോയത്? ഒരു മനുഷ്യൻ്റെ കയ്യിൽ ഒരു കലയുണ്ടെങ്കിൽ അത് പാട്ടാവാം, രചനയാവാം, മറ്റു ഏതാവട്ടെ, ചിത്രകലയാവട്ടെ, എല്ലാത്തിലും ഒരു കലയുണ്ട്, ഒരു ഫന്നുണ്ട്. അതിലേക്കൊരു അഭിരുചി സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ഈ പാട്ടിനോടുള്ള പ്രണയം കൊണ്ട് തന്നെ പാട്ട് സെർച്ച് ചെയ്തപ്പോൾ പാട്ട് എന്ന് പറഞ്ഞാൽ തന്നെ സംഗീതശാഖ എന്ന് പറഞ്ഞാൽ തന്നെ സ്നേഹത്തിൻ്റെ പ്രണയത്തിൻ്റെ സംഗീതശാഖകളാണ്. അതിലേറ്റവും വലിയ പ്രണയം അള്ളാഹുവിനെ പ്രണയിക്കലാണ്. ആ പ്രണയത്തിലേക്ക് എത്താൻ ഹബീബിനെ പ്രണയിക്കലാന്നുള്ളതാണ്. അതിൻ്റെ വഴി തിരഞ്ഞു നോക്കുമ്പോൾ ഒരു സ്വർഗത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ നരകത്തിനെ ഭയന്നിട്ടോ അല്ല, പകരം അള്ളാഹ് എന്ന് പറയുന്ന പരമമായ പ്രണയത്തിന് ഒരു തവണയെങ്കിലും രാജാധികാരിയായ തമ്പുരാനെ ഒരു തവണയെങ്കിലും നേരിട്ട് കാണണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്ന ഏത് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരും ഏത് മഹാന്മാരും സഞ്ചരിച്ചൊരു പ്രത്യേകമായ റൂട്ടുണ്ട്. അവരെല്ലാവരും ഫോക്കസ് ചെയ്തിട്ടുള്ളത് കലയിലൂടെയാണ് അള്ളാഹിനെ പറഞ്ഞിട്ടുള്ളത്, ഹബീബിന് പറഞ്ഞിട്ടുള്ളത്. പാട്ടാവാം, ചിത്രകലയാവാം, കാലിഗ്രഫി ആവാം. അപ്പോൾ ആ ഒരു അഭിരുചിക്കനുസരിച്ച് സഞ്ചരിച്ചപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല വീതി, അതിൽ നിന്ന് സന്തോഷം കണ്ടെത്താനുള്ള ഏറ്റവും നല്ല വീതി തിരഞ്ഞെടുത്ത് അങ്ങനെ അറിയാതെ വിട്ടുപോയതാണ്. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേഷം കൊണ്ട് മാത്രം എന്നെ അളക്കണ്ട. ഈ വേഷം ഇഷ്ടം കൊണ്ട് ധരിക്കണതാ, അല്ലാതെ മറ്റുള്ള അംഗീകരിക്കാൻ വേണ്ടി ധരിക്കണ വേഷമല്ല. സൂഫികൾക്കൊരു പ്രത്യേക വേഷമില്ല. ഇല്ലില്ല. കാരണം എനിക്ക് നിങ്ങളോട് പ്രണയം ഉണ്ടെങ്കിൽ ആ പ്രണയത്തെ ഞാൻ എങ്ങനെയാണ് കാണിക്കേണ്ടത്? അത് ബാഹ്യമായിട്ട് കാണിക്കുന്ന പ്രണയം എനിക്ക് നിങ്ങളോട് കാണിക്കേണ്ട ബാഹ്യം പ്രണയം തന്നെ. കാരണം നിങ്ങൾക്ക് എന്നെ ബാഹ്യമായിട്ട് അറിയുള്ളൂ. അപ്പോൾ ഒരു പക്ഷേ എനിക്ക് നിങ്ങളോട് പ്രണയം ഉണ്ടെങ്കിൽ ആ പ്രണയം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ നടക്കും, ഇഷ്ടമുള്ള ചലിക്കും. പക്ഷേ എൻ്റെ രാജാധികാരിയായ തമ്പുരാനോട് എനിക്ക് എൻ്റെ പ്രണയം വേഷം കൊണ്ട് തെളിയിക്കേണ്ട ആവശ്യമില്ല. കാരണം അള്ളാഹു തആല ഖൽബ് കാണുന്ന ആളാണ്. പക്ഷെ വേഷം ധരിക്കണം എന്തിനെന്ന് വെച്ചാൽ ആ വേഷത്തെ പ്രണയിക്കുന്നത് കൊണ്ടാണ് വേഷം ധരിക്കുന്നത്. സ്വന്തമായി എഴുതി സ്വന്തമായി സംഗീതം നൽകി സ്വന്തമായി പാടുന്നൊരു വ്യക്തിയാണ്. ഏറ്റവും ആദ്യമായിട്ട് എഴുതി സംഗീതം നൽകി പാടിയ പാട്ട് ഓർക്കുന്നുണ്ടോ? ഏറ്റവും ആദ്യമായിട്ട് എഴുതുകയാണെങ്കിൽ അത് ലൗകിക പ്രണയത്തെ കുറിച്ച് എഴുതിയുള്ളത്. ചെറുപ്പത്തിൽ ഞാൻ ആദ്യമായിട്ട് എഴുതിയിട്ടുള്ളത് ജീവിതവുമായി ബന്ധപ്പെട്ടൊരു പാട്ടാണ്. അതിൻ്റെ ഓർമ്മയിലില്ല. എങ്ങനെ ഒരു ദുനിയവേ പാട്ടാണ് എഴുതിയിട്ടുള്ളത്. പിന്നീട് ഹബീബിനെ കുറിച്ചാണ് ആദ്യമായിട്ട് എഴുതിയിട്ടുള്ളത്. കാറ്റോതും റസൂലിനെ കടലോളം ഹബീബിനെ കരപോലും ആ പൂവിനെ ചൊല്ലുന്നു സലാം സലാം, ചൊല്ലുന്നു സലാം സലാം. എങ്ങനെയാണ് ഈ സംഗീത ജീവിതത്തിലേക്ക് വരുന്നത്? അതായത് വീട്ടിലാരെങ്കിലും പാടാറുണ്ടായിരുന്നോ? മദ്രസ കാലഘട്ടത്തിലാണോ, സ്കൂൾ കാലഘട്ടത്തിലാണോ, എങ്ങനെയാണ്? അതായത് എൻ്റെ വീട്ടിൽ പുതുശ്ശേരി പറമ്പിൽ എന്ന് പറഞ്ഞ തറവാടില്ല. അത് ആ ഞങ്ങൾ നാട്ടിൽ തന്നെ അറിയപ്പെടില്ല. പുത്തനത്താണി പ്രദേശത്ത് ചേലക്കോട് എന്ന് പറഞ്ഞ മഹലിൽ എൻ്റെ ഉപ്പ അബൂബക്കർ അബുട്ടിക്ക എന്ന് പറയും. പണ്ട് മുതലേ ഈ രണ്ടത്താണി ഹംസ പോലുള്ള ആളുകളുടെ ആ ഒരു തരത്തിൽ സഞ്ചരിച്ച ആളാണ്. പഴയ കല്യാണ പാട്ടുകൾ അങ്ങനതുമായി ബന്ധപ്പെട്ട് ഒപ്പന പാട്ടുകളൊക്കെ പാടാൻ പോയി. ആ പാട്ടിന് ഭയങ്കര അഭിരുചി ഉണ്ടായിരുന്നു. അത് പിന്നെ പണ്ടത്തെ വാപ്പമാരുടെ തഴയൽ അല്ലെങ്കിൽ അവരുടെ ഒരു കാലഘട്ടം അനുസരിച്ച് പാടാൻ വിടാത്തത് കൊണ്ട് തന്നെ ഉപ്പ പാടില്ല എന്നുള്ളത്. പക്ഷെ പാരമ്പര്യമായിട്ട് ഉപ്പ നന്നായിട്ട് പാടും, ജ്യേഷ്ഠന്മാരൊക്കെ പാടും. വേദികളിലും പ്രൊഫഷണലായിട്ട് അങ്ങനെയൊന്നുമില്ല. അവർ പാട്ടിനോട് ഭയങ്കര ക്രൈസാണ്. പക്ഷെ ആ എല്ലാ പാട്ടുകളിലും ഉപ്പയെ കണ്ടൊരു സംഗതി, എല്ലാ പാട്ടുകളിലും അള്ളാഹുവിൻ്റെയും ഹബീബിൻ്റെയും പ്രണയത്തെ നിറക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാട്ടുകൾ പാരമ്പര്യമായിട്ട് കിട്ടിയ സംഗതിയാണ്. പിന്നെ ഞാൻ നല്ലൊരു പാട്ടുകാരനുമില്ല. എൻ്റെ നാട്ടിൽ മദ്രസയിൽ 1 മുതൽ ഇപ്പോൾ +1 വരെ പഠിച്ചിട്ടുണ്ട്. ഒരു തവണ പോലും മദ്രസയിൽ നബിദിനത്തിന് 1ാം സ്ഥാനമോ 2ാം സ്ഥാനമോ 3ാം സ്ഥാനമോ കരസ്ഥമാക്കിയ ഒരാളല്ല ഞാൻ. പിന്നീട് കുടുങ്ങി പാട്ടുകാരനായതാ. കാരണം ദഫ് പഠിപ്പിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട് പാട്ടിന്. അപ്പം പിന്നീട് ദഫിൻ്റെ ട്രെയിനറായി മാറി. ദഫ് മുട്ട എവിടുന്നാ പഠിച്ചത്? ദഫ് കളി ചെറുപ്പം മുതൽ കളിച്ചിരുന്നു. മദ്രസകളിൽ ദഫ് കളി ചെറുപ്പം മുതൽ കളിച്ചിരുന്നു. അപ്പോൾ പിന്നീട് ക്രൈസ് മൂത്തിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു ദഫ് പഠിപ്പിക്കാനുള്ളത്. അങ്ങനെ എൻ്റെ ജ്യേഷ്ഠന് മദ്രസയുടെ ബന്ധപ്പെട്ട അധികാര സ്ഥാനത്ത് എത്തിയ സമയത്ത് ഞാൻ ആ ദഫിൻ്റെ സ്പേസ് ഏറ്റെടുത്തിട്ട് ഞാൻ എൻ്റെ സുഹൃത്ത് നിഷാദ്, ഇപ്പോൾ എൻ്റെ ചാനലെടുത്ത് നോക്കി MNB പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞതിൽ ഒന്ന് മൻസൂർ ഞാനാണ്, ഒന്ന് നിഷാദാണ്, ഒന്ന് ബഷീറാണ്. അതിലിപ്പോൾ 2-3 ആളുകൾ മുനീർ ഗഫൂർ എന്ന് പറഞ്ഞ 2-3 ജംഷാദ് എന്ന ആളൊക്കെ കയറി. ഞങ്ങൾ 2 പേരെ പഠിപ്പിച്ചത്. മുന്നേ നല്ല ആൾക്കാർ പഠിപ്പിച്ച് പോകുമ്പോൾ നമുക്കത് പരമ ലീഡ് ചെയ്യണം. അപ്പോൾ അത് അറിയാത്തൊരു പാട്ട് കിട്ടാത്തതുകൊണ്ടുണ്ടായത് അന്ന് തട്ടിക്കൂട്ട് പാട്ട് എഴുതും.
അങ്ങനെ അതിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് എഴുതിയ പാട്ടാണ് ഈ കാറ്റോതും റസൂൽ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പാടിയ പാട്ട്. ഈ പാട്ട് കണ്ടപ്പോൾ എന്നോട് വിശ്വാസം എനിക്ക് നല്ലൊരു കഴിവുണ്ട്, ഒരു പാട്ട് നല്ല കഴിവ് എനിക്ക് കിട്ടും. പിന്നെ അത് പാടി അന്ന് ആൾക്കാർ വലിയ മോശം, അത് ആ മൊമെന്റിൽ വന്ന വരികളാണോ? അത് ആ മൊമെന്റിൽ വന്ന വരികളാണ്. അതൊന്നും വരിക അത് എന്തുകൊണ്ടോ കിട്ടി വരിക. അങ്ങനെ പാട്ട് പാടുന്ന ആൾക്ക് തൊണ്ടയ്ക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ പാടാൻ കഴിയാത്തപ്പോൾ ഞാൻ കയറി പാടി. അങ്ങനെയാണ് പാട്ട് ഫീൽഡ് ആദ്യമായിട്ട് വരുന്നത്. പിന്നെ ആ ഒരു പഠിപ്പിച്ചതിൻ്റെ എക്സ്പീരിയൻസിൽ നമ്മുടെ നാട്ടിൽ നമ്മളെ സുഹൃത്ത് ഉസ്മാൻ എന്ന് പറഞ്ഞ ആൾ പിന്നെ 2-3 മദ്രസയിൽ ദഫ് പഠിപ്പിക്കാൻ കൊണ്ടുപോകും. കഴിഞ്ഞ വർഷം വരെ 5-6 സ്ഥലത്ത് ദഫ് പഠിപ്പിച്ചിട്ടുണ്ട്. 10 കൊല്ലമായിട്ട് ഇപ്പോഴും എത്ര തിരക്കുണ്ടെങ്കിലും ഹബീബിൻ്റെ റബില്ലവൽ എന്ത് ചെയ്യും, മദ്രസകൾ പറഞ്ഞ മദ്രസ ദഫ് പഠിപ്പിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ദഫ് പഠിപ്പിക്കുന്ന സമയത്ത് മൻസൂർ എടുക്കുന്ന പാട്ടുകൾ മുഴുവൻ സ്വന്തം പാട്ടുകളായിരുന്നു? ഇപ്പോൾ കഴിഞ്ഞ വർഷം മുഴുവൻ പാട്ട് ഞാൻ എഴുതിയതാ, മറ്റുള്ളവർ പാട്ട് സ്വീകരിക്കാറില്ല. അതിന് മുന്നൊക്കെ കുറച്ച് ഇടയിലുണ്ടായിരുന്നു. ഒരു തവണ ഒരു പാട്ടിന്, ഒരു മാപ്പിളപ്പാട്ടിന് ഇടയിൽ പുതിയ രചന ചേർത്തിട്ട് ജൂറിയുടെ ഒരു ചീത്ത വരെ കേട്ടിട്ടുണ്ട് ഞാൻ. അന്ന് അറിയില്ലാത്ത കാലത്തിലത് ചെയ്തിട്ടുണ്ട്. പിന്നീട് പാട്ടിൽ മെച്ചപ്പെട്ടതെന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നു. കേരള മാപ്പിളകലാ സാഹിത്യ അക്കാദമിയുടെ സംസ്ഥാന ലീഡറായിട്ടുള്ള AK മരക്കാർ പൊന്നാനി അവരെടുത്തു നിന്നാണ് രചനയുടെ പ്രധാന കാര്യങ്ങളും മറ്റും പഠിച്ചത്. എനിക്ക് ഏറ്റവും ഭ്രാന്ത് അക്ഷരങ്ങളോടും വായനയോടുമാണ്. ഒരു ദിവസം ഏറ്റവും കൂടുതൽ ഞാൻ സമയം ചിലവഴിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ മറ്റു കാര്യങ്ങൾ ഞാൻ ഒട്ടുമിക്ക സമയം ചിലവഴിക്കും. ഒരു ദിവസം ഒരു മിനിമം 2 മണിക്കൂർ വായിക്കാത്ത ദിവസം ഉണ്ടാവില്ല. ദഫ്മുട്ട് പഠിപ്പിക്കുക എന്ന് പറഞ്ഞു, അതേപോലെ സ്വന്തമായി പാട്ട് ചെയ്ത് യൂട്യൂബിൽ റിലീസ് ചെയ്യുന്ന, അതല്ലാതെ കൺസേർട്ട് പോലുള്ള പരിപാടികൾ ചെയ്യാറുണ്ടോ? കൺസേർട്ട് ചെയ്തിട്ടില്ല. കാരണം ഞാൻ എന്നെ തന്നെ കൺസേർട്ട് ചെയ്തോടെ എത്തിയിട്ടില്ല, കൺസേർട്ട് ചെയ്യാന്നുള്ളൊരു അവസ്ഥയ്ക്ക് എത്തിയിട്ടില്ല. പക്ഷേ ഇതിലൊരു സംഭവമുണ്ട്. കുറേ ആളുകൾ, മാനസിക പ്രയാസമുള്ള ആളുകൾ അള്ളാഹിൻ്റെ ഇഷ്ടം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് പോസിറ്റീവ് പറയുന്ന ആളുകളിലേക്ക് ചാഞ്ഞു വരും. രാത്രി ഉറങ്ങാനുള്ളതാണെന്നാര് പറഞ്ഞു, രാവിൽ പൊഴിയും രത്നം പെറുക്കാൻ നീ മറന്നു, ബോധം കെട്ട് നടന്ന് നീ നിൻ കാലം കളഞ്ഞു, ബോധമുള്ളവരോ ഹയാത്തിൽ നേടിടുന്നു. ഈ പാട്ട് കേട്ടിട്ട് ആ സുഹൃത്ത് ഇതുപോലെ ഈ പാട്ട് കേട്ടിട്ട് വിളിച്ചു. അദ്ദേഹം കായംകുളത്തുകാരനാണ്. അപ്പോൾ അയാൾ വിളിച്ചു പറഞ്ഞു, ഞാൻ വല്ലാത്തൊരു മാനസിക പ്രയാസത്തിൽ ആത്മഹത്യയുടെ വക്കീലാണ്, അങ്ങനെ ഈ പാട്ട് കേട്ടത് യാദൃശ്യമായിട്ട് അങ്ങനെ നമ്പർ എടുത്ത് വിളിച്ചതാണെന്ന് കുറേ സംസാരിച്ചു. ഞാൻ ശേഷം മൂപ്പിട്ട് കുറേ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ആളുകൾ എന്ത് ചെയ്യും, വിളിക്കും, സംസാരിക്കും, ഇഷ്ടം പറയും. ഇപ്പോൾ നോമ്പിനൊക്കെ റമദാനൊക്കെ പല സമയത്തും ഈ കഴിഞ്ഞ റമദാനിന് വീട്ടിലൊരു 10-11 മണിക്ക് ശേഷം പല തവണകളായി 2 മണിക്കൊക്കെ വരെ ആളുകൾ പലരും, അതായത് സ്നേഹം കൊണ്ട് കൺസൾട്ടല്ല, പകരം അള്ളാഹിൻ്റെ സ്നേഹം പറയുമ്പോൾ അള്ളാഹിന് ഭയക്കലല്ല, അള്ളാഹ് നമ്മൾ ശിക്ഷിക്കൂല, അള്ളാഹ് നമ്മളല്ലാതെ സ്നേഹിക്കുന്ന ആളാണെന്നുള്ളൊരു സന്ദേശം എത്തിക്കുന്നതിന് വേണ്ടി ചെന്നപ്പോൾ ആ സന്ദേശത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഒരു താഴ്മ കൊണ്ട് ഒന്നുമില്ല എന്ന് ധരിക്കുമ്പോൾ അള്ളാഹ് എന്തെങ്കിലും കാണിക്കുന്നുള്ള ഭയം മാറിയിട്ട് ആ ഒരു സ്നേഹം കൊണ്ട് വന്ന കുറേ ആൾക്കാരുണ്ട്. മൻസൂറിനെ വിളിച്ച ആൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഏതായിരുന്നു പാട്ടിൽ? ഇഷ്കിൻ്റെ ലഹരി കുടിച്ചാൽ ഉറക്കം കിട്ടുമോ, ഇല്ലല്ലാ ഇസ്മ മൊഴിഞ്ഞ് ആശ തീരുമോ, നക്ഷത്രം ചിരി തൂകും ഭൂമി ചേർത്തു പിടിക്കും, അഹദും അലിഫ് ലാമിലമീമും ജസദിൽ മിസ്ക് പുരട്ടും, രാത്രി പ്രണയപ്പൂക്കൾ പുഷ്പിക്കും, നിന്നെ തഴുകിയെടുപ്പിക്കും, രാത്രിയുറങ്ങാനുള്ളതാണെന്നാര് പറഞ്ഞു, രാവിൽ പൊഴിയും രത്നം പെറുക്കാൻ നീ മറന്നു. അപ്പോൾ പിന്നീട് ആളുകൾക്ക് വേണ്ടി പാടാൻ വേണ്ടി മജ്ലിസുകളിലോ അങ്ങനെയൊക്കെ പോകാറുണ്ടോ? ഉണ്ട്, ഇപ്പോഴും പോകാറുണ്ട്. 2 രീതിയാണ്. ഒന്ന്, നമ്മുടെ ഒരു കവാലി ടീമുണ്ട്. കവാലി ടീം എന്ന് പറഞ്ഞാൽ നമ്മൾ 5 പേര്, ഞാൻ, ഇബ്രാഹിം ബാദുഷാ ഫൈസി, ഷിബിലി മൂന്നാക്കൽ, ഷദ് കമാലി, ഹാഫിൽ ഉമർ അലി പോലുള്ള ഹാരിസുസ്ത പോലെ കുറച്ച് ആളുകളുണ്ട്. ഇങ്ങനെ കവാലി ടീമുണ്ട്. അത് നമ്മളൊരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കും. ഇപ്പോൾ ഒരു കവാലി ടീം പ്രായം കുറച്ച് ചെയ്യുന്ന ആളുകളാണ്, പുറൂസ് പോലുള്ള ആളുകൾ അങ്ങനെയെങ്കിൽ അവിടെ നമ്മൾ ഇഷ്ക് പറയും. ഇഷ്കിൻ്റെ വിഷയങ്ങൾ മാത്രം കോർത്തിണക്കിയിട്ട് നമ്മുടെ രചനകളും ഇച്ചമസ്ഥാനം പോലുള്ള ആളുകളെ രചനയ്ക്ക് ഉൾപ്പെടുത്തിയിട്ട് വേറെ സംഭവം ചെയ്യും. അതിൽ പറഞ്ഞ് പാടി പറഞ്ഞ് ചെയ്യും. നമ്മൾ ഈ സൂഫി സംഗീതം എന്ന് പറയുമ്പോഴേ നമ്മൾ കവാലി എന്ന് കേൾക്കാറുണ്ട്, ഗസൽ എന്ന് കേൾക്കാറുണ്ട്. മലയാളി ഗാന ശ്രോതാക്കളെ അവർക്ക് പെട്ടെന്ന് സൂഫി സംഗീതത്തോട് ഇഷ്ടം വരാൻ തോന്നി തുടങ്ങിയത് എനിക്ക് തോന്നുന്നത് AR റഹ്മാൻ്റെ ഖോജ എന്നൊക്കെയുള്ള പാട്ട് കേട്ടതിന് ശേഷമാണ്. യഥാർത്ഥത്തിൽ സൂഫി സംഗീതം എന്താണ്? കവാലിയാണോ ഗസലാണോ? ബേസിക്കലി ഒരു സൂഫി പാട്ടിനെ തരംതിരിക്കൽ തന്നെ വലിയ വിഷയമാണ്. ഇപ്പോൾ ഒരു മാപ്പിളപ്പാട്ടാവുന്നത് അതിൻ്റെ ചിറ്റെഴുത്ത് നിയമങ്ങൾ,
അതിനൊരുങ്ങുന്ന രചനാ നിയമങ്ങൾ, കമ്പി പ്രാസ നിയമങ്ങൾ ഒക്കുമ്പോഴാണ് മാപ്പിളപ്പാട്ടാവുന്നത്. അതേപോലെ തന്നെ മറ്റു ഭാഷകൾ ഓരോ പാട്ടുകൾക്കും ഇപ്പോൾ ഹബീബിൻ്റെ മധു പാട്ടുകളാവുന്നത് ആ മധു പാട്ടുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സിഫത്തുകൾ പറയുമ്പോൾ അങ്ങനെ ഓരോ പ്രത്യേകം. പക്ഷേ സൂഫി പാട്ട് എപ്പോഴും സൂഫി പാട്ടാവുന്നത് ആ എഴുതുന്ന ആളുടെ അവസ്ഥക്കനുസരിച്ച്. ഇപ്പോൾ ഉദാഹരണത്തിന് 2 പാട്ട് പാടാം. പരൻ വിധിച്ചുമ്മ വിട്ട് ചൊങ്കിൽ നടക്കുന്ന ശുചയത്ത് നമുക്കുണ്ട് നാട്ടില്. കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടില്. ഖബറെന്ന ഭയങ്കര വീട്ടില്. ഇതൊരു പാട്ടാണ്. രണ്ടാമത്തത് കെട്ടുകൾ 3 കെട്ടി കട്ടിലിൽ നിന്നെയുമേറ്റി കൂട്ടിച്ചുമലാതിലേറ്റി കൂട്ടത്തിൽ നിലവിളി പൊട്ടി. ഇത് വേറെ പാട്ട്. ഇനി വേറെ ആവതുണ്ടാകും കാലം അല്ലലില്ലാത്ത നേരം അള്ളാനെ ഓർക്കുവാനായി മറക്കല്ലേ നിന്റെ ഇല്ലായ്മയെല്ലാം നീങ്ങി ഇല്ലം ഉഷാറിൽ പൊങ്ങി അള്ളാനെ ഓർക്കുവാനായി ധരിക്കല്ലേ നിന്നെ പോറ്റുന്ന നാഥനെ നീ മറക്കല്ലേ. ഇതിലിപ്പോൾ 3 പാട്ട് കിട്ടും. ആദ്യത്തെ പരൻവിധി ചുമ്മാ വിട്ടും കെട്ടുകൾ 3 കെട്ടി ചർച്ച ചെയ്യുന്ന അതേ സബ്ജക്റ്റ് പോലെ സബ്ജക്റ്റാണ് ആവുതുണ്ടാകുന്ന സബ്ജക്റ്റ് ചർച്ച ചെയ്യുന്നത്. പക്ഷേ മറ്റേ 2 പാട്ട് എന്തുകൊണ്ട് സൂഫിഗാനം എന്ന് പറയുന്നില്ല? അത് എഴുതിയ ആളിന്റെ അത് എഴുതിയത് അത്തരം ശുദ്ധ മലയാള മാപ്പിളപ്പാട്ട് എഴുതുന്ന ആളുകൾ എഴുതിയത് കൊണ്ടാണ്. രണ്ടാമത്തത് എഴുതിയത് തസവുഫുമായി ബന്ധപ്പെട്ട് ഇഷ്കിന്റെ ലോകത്ത് സഞ്ചരിക്കുന്ന ആൾ. അതായത് സൂഫി പാട്ട് എങ്ങനെ തരംതിരിക്കണം എന്ന് ചോദിച്ചാൽ ഒരാൾ എടാ പോടാ ലൈലാന്ന് പറഞ്ഞിട്ട് അത് സൂഫിഗാനാവില്ല. ഒന്നുകിൽ അവർ മുറബിയാവണം, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യണം, അള്ളാഹുവിൻ്റെ ജലാലു ജമാലത്തും അറിഞ്ഞ് ഫനായിലെത്തണം, അല്ലെങ്കിൽ മാരിഫത്തിലെത്തണം, അല്ലെങ്കിൽ അത് അറിഞ്ഞിട്ടുണ്ടാവണം. അതുമല്ലെങ്കിൽ അതറിഞ്ഞവരുടെ പിന്നിലുള്ള മുരീദായോ അല്ലെങ്കിൽ അവരുടെ പിന്നിൽ നിന്ന് അവരിന് ശിക്ഷണമുള്ളയോ അല്ലെങ്കിൽ അവരുടെ ഉപദേശങ്ങൾക്കനുസരിച്ച് നടക്കുന്ന ആളാവണം. അപ്പൊ സൂഫി ഗാനം എഴുതുന്ന ആൾ തന്നെ പാടിയും വേണം അങ്ങനെ ഉണ്ട്? അങ്ങനല്ല. ആ എഴുതുന്ന ആളുടെ അവസ്ഥ അനുസരിച്ച് സൂഫി പാട്ടാവുക. ആ സൂഫി പാട്ട് എഴുതുന്ന ആളുകളുടെ അവസ്ഥക്കനുസരിച്ചാണ് സൂഫി പാട്ടാണോ അല്ലെങ്കിൽ എഴുതുന്ന ആൾക്കനുസരിച്ചാണ് പാട്ടിനെ തരംതിരിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക സൂഫി മത്സര പാട്ടുകളിലും പാട്ട് പാടുന്ന സമയത്ത് ചില രചയിതാക്കളുടെ പേരെ കൊടുക്കുക. അതങ്ങനെ തന്നെ വേണം എന്നുള്ള നിലയ്ക്ക് വെക്കുക. സൂഫി പാട്ടിന് നിയമമില്ല, അതിൽ ഒരേ ഒരു നിയമമേ ഉള്ളൂ, സൂഫി ആയിരിക്കും. എഴുതുന്ന ആൾക്ക് തസവുഫായിട്ട് ബന്ധം വേണം, അഭേദ്യമായ. അപ്പോൾ ഒരു ഗാനരചയിതാവിനോട് എനിക്കൊരു സൂഫി പാട്ട് വേണമെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവും ഒരർത്ഥം. അതിന് ആ റൂട്ടുള്ളവരോട് മാത്രം പറഞ്ഞാൽ സൂഫി പാട്ടാൻ പറ്റുള്ളൂ. അതുപോലെ എഴുതിയേക്കാം, പക്ഷെ അതിൽ കാരണം ആ പാട്ടിൽ സൂഫി പാട്ട് പറഞ്ഞ ആത്മാവ് ഉണ്ടാവും. ആ പാട്ടിന് ആത്മാവെന്ന് പറഞ്ഞാൽ അതിൽ എഴുതപ്പെടുന്ന രചനകളെല്ലാം അറിഞ്ഞ് എഴുതുന്നാവില്ല, അത് എത്തി എഴുതുന്ന. ഓക്കെ. അപ്പോൾ ഈ കവാലി പാടുന്ന ആള്, കവാലി പാടുന്ന കോറസിനേക്കാൾ അപേക്ഷിച്ച് ഇപ്പൊ മൻസൂറിനെ പോലെയുള്ള സൂഫി ഗായകർ അവർ സൂഫി ആയിരിക്കണം നിർബന്ധമുണ്ടോ? സൂഫി പാട്ടുകളിൽ ഏറ്റവും പ്രധാന സൂഫികളുടെ സംഗീത ശാഖയിൽ പ്രധാനപ്പെട്ട സംഗീത ശാഖ കവാലിയാണ്. ഗസലിനേക്കാളും പ്രാധാന്യം കവാലിക്കുണ്ട്. കവാലി എന്ന് പറഞ്ഞാൽ പാടലും പറയലുമാണ്. കാരണം സൂഫി പാട്ടിൽ ചില വാക്കുകൾ, ഇപ്പോൾ ലൈല, എട, എടി, പെണ്ണ്, മണ്ണ്, ഇങ്ങനെ കുറേ പദങ്ങളുണ്ട്. അത് എന്തിനാണ് ഉപയോഗിച്ചിരിക്കുന്നത് രചയിതാവിൻ്റെ അവസ്ഥക്കനുസരിച്ച് അർത്ഥമാണ്. മീം, ഇപ്പോൾ മീം പറയും. ഈ മീമിനെ മിയോറാജ് എന്ന് പറയുന്ന അവസ്ഥ ഉണ്ട്, മുറബി എന്ന് പറയുന്ന അവസ്ഥ ഉണ്ട്, മുഹമ്മദിയത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന അവസ്ഥ ഉണ്ട്. അത് രചയിതാവിനെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കവാലി എന്ന് പറഞ്ഞാൽ പാടലും പറയില്ല. ഇപ്പോൾ ഒരു 4 വരി പാടിയിട്ട് അതിന് പറഞ്ഞു കൊടുക്കുകയാണ് കവാലി. അപ്പോൾ പരമാവധി സൂഫി സംഗീത ശാഖ ബേസിക്കലി ഏതാണ്? കവാലിയാണ്. പിന്നണിയിലുള്ള കോറസ് അവർക്കതുമായി ബന്ധമാണെന്ന് വെച്ചാൽ ഒരു സംഗതി ചെയ്യുമ്പോൾ അതിന് ആത്മാർത്ഥത ഇല്ലാത്തവരായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിൻ്റെ ലബ്ധത്ത് നഷ്ടമാവും, സൗന്ദര്യം നഷ്ടമാവും. സൂഫി പാട്ട് പാടുന്ന ആളുകൾ കേൾവിക്കാരെ ആനന്ദിപ്പിക്കാൻ വേണ്ടിയാണോ, സ്വന്തം ഒരു ആനന്ദത്തിന് വേണ്ടിയാണോ? അത് സൂഫി ഞാൻ പറഞ്ഞില്ല, അവർ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്രണയം പാടാനൊരു വേദിയാണത്. ഈ സൂഫി പാട്ടുകൾ പാടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഓഡിയൻസ് ഒരു പ്രശ്നമല്ല, അവർ ഓഡിയൻസിന് ഒരു പ്രശ്നമായിട്ട് അവർ കാണൂല, അവരോടാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് നൂറാനി സിസ്റ്റേഴ്സ് അവർ പാടുന്ന സമയത്ത് ഒരു ഭ്രാന്താവസ്ഥയിൽ പാടാന്നുള്ള സാധാരണക്കാർ തോന്നാറുണ്ട്. അത് അങ്ങനെയാണോ, അല്ലെങ്കിൽ അവരുടെ ഒരുമാതാവസ്ഥ ആ സമയത്ത് വരുന്ന ഒരു ഹാല് തന്നെയാണ്? അതായത് അതിനെ ഹാല് തന്നെ പറയാൻ പറ്റുള്ളൂ. അത് അവർ എന്തുകൊണ്ട് അതായി എന്നുള്ളത് അവരോട് ചോദ്യം. കാരണം അവരുടെ ഹൃദയം നമ്മുടെ കയ്യിലല്ല. ഇപ്പം എൻ്റെ ഒരു ഉദാഹരണം, കാസർഗോഡ് കോട്ടിക്കുളം ഉറൂസ് നടക്കുന്ന സമയത്ത് അതിൻ്റെ 2 ദിവസം മുന്നേ ഞാൻ എൻ്റെ സുഹൃത്തും അന്ന് പരിപാടിക്കുള്ള സുഹൃത്ത് ബാദുഷാ ഫൈസി ഞങ്ങൾ രണ്ടും ഇവിടെ ബൈക്കിൽ നിന്ന് വീണിട്ട് എൻ്റെ കൈ ചെറിയൊരു പ്രശ്നം പറ്റി, കൈ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് അവരെന്ത് ചെയ്തു, പ്ലാസ്റ്റർ ചെയ്യുന്ന പകരം ഒരു കയ്യിൽ ഒരു ബാഗ് വന്നു, ആ ബാഗ് പിടിപ്പിച്ച് പോയാൽ മതിയായിരുന്നു. അന്നത്തെ എൻ്റെ ലൈവിൽ ഞാൻ ബാഗ് ഇട്ടാണ് പോണത്. ട്രെയിനിൽ ഒരു പാട്ട് എഴുതിയിരുന്നു. പക്ഷേ ആ പരിപാടി സ്ഥലത്ത് എത്തിയ സമയത്ത് ഞാൻ ബാഗ് ഊരിയപ്പോൾ എൻ്റെ എല്ലാ പാട്ടുകളും ഞാൻ കൈ പൊക്കിയാണ് പാടുന്നത്. നല്ല കൈ ഉയർച്ച് നല്ല പൊക്കി പാടി, ഒരു കുഴപ്പമില്ല.
കയ്യിലവിടെ മുറിവെക്കണം. ഞാനത് കെട്ട് മടക്കിയിട്ടാണ് പാടിയത്, കാരണം അത്രയും മുറിവുണ്ട്, ഞാൻ അറിഞ്ഞിട്ടില്ല. കണ്ണിലോൻ ഫക്കീറാണെടോ ഫക്കീറാണെടോ ഫക്കീറാണെടോ, കോലമോ മോശമാണെടോ മോശമാണെടോ മോശമാണെടോ, ഉള്ളിലോ മോഹമാണെടോ റബ്ബ് തന്നെടോ ആകെ പൂണ്ടടോ, ആ മധു തേടിക്കൊണ്ടടോ ഹുബ്ബ് പൂണ്ടടോ ഇവിടം വേണ്ടടോ, എല്ലാം കണക്കാ എല്ലാം കണക്കാ, സ്വർഗം സുഖമാണെന്നറിയാം നരകം അദാബെന്നറിയാം, എൻ്റെ റബ്ബേ നിന്നിൽ അലിഞ്ഞു വന്നാൽ എല്ലാം കണക്കാ എല്ലാം കണക്കാ. ഇത് റാബിത്തുൽ അദബിയുടെ വിരുത്താം. ഈ പാട്ട് പാടുന്ന സമയത്തൊക്കെ പരമാവധി നമ്മൾ നല്ല കയറി റാബിത്തുൽ അദബിയുടെ ചരിത്രം അറിഞ്ഞിട്ട് നമ്മൾ പാടാം, നമ്മൾ ടീമൊക്കെ. ആ സമയത്തൊക്കെ പലപ്പോഴും എന്തുണ്ട്, പരിസരം മറക്കലുണ്ട്. ഖവാലി എന്ന് പറഞ്ഞ അറബിയിൽ കൗല്, വർത്തമാനം പറയുക എന്നുള്ളതെന്ന് വന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മൻസൂർ പറഞ്ഞിരിക്കുന്നത് സ്വന്തം എഴുതിയ പാട്ടുകളാണ് ഇങ്ങനെ പാടുക, മറ്റുള്ള പാട്ടുകൾ പാടാറില്ല. എന്നാൽ അതേസമയം ഇച്ചമസ്ഥാനെ പോലെയുള്ള പ്രഗത്ഭരായ സൂഫി കവികൾ എഴുതിയിട്ടുള്ള പാട്ടുകൾ ഇപ്പം പലരും കൺസേർട്ടായിട്ട് തന്നെ നടത്താറുണ്ട്. അത്തരം ആളുകൾ ഈ പാട്ടിനെ കുറിച്ച് വർണ്ണിക്കാറും വിശദീകരിക്കാറുണ്ട്. മൻസൂറിനെ സംബന്ധിച്ചൊരു സുഖം, മൻസൂർ എഴുതിയ പാട്ടുകളാകുമ്പോൾ മൻസൂർ എന്താണോ അതുകൊണ്ട് ഉദ്ദേശിച്ചത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. അതേസമയത്ത് ഒരു സൂഫി ഗായകൻ പാടുന്നു, ഖവാലി അവതരിപ്പിക്കുന്നു എന്ന് കരുതി അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ സൂഫി കവി എന്താണോ ഉദ്ദേശിച്ചത് ആ അർത്ഥത്തിലല്ല വന്നത് എങ്കിൽ അത് വിപരീത ഫലമായിരിക്കും. മഹാനായ ഇച്ചമസ്ഥാൻ അദ്ദേഹത്തിന് പല പാട്ടുകൾ വരെ പലരും പറയാറുള്ളത്, ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ മാനപ്രേമത്തിലെന്ന് പറഞ്ഞ പാട്ടുണ്ട്, അതിലൊക്കെ പല അർത്ഥം വെക്കുന്നത് സ്വാഭാവിക അർത്ഥം എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു അർത്ഥത്തിലേക്ക് പോയിട്ടില്ല. കാരണം രചിക്കണ ഇച്ചമസ്ഥാൻ്റെ പാട്ട്, ഇച്ചമസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഫനായുള്ള മനുഷ്യനാണ്. അത് ചരിത്രം പരിശോധിച്ചാൽ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചരിത്രങ്ങളിലൊക്കെ ഉള്ള സംഗതി എന്ന് പറഞ്ഞാൽ ഇച്ചമസ്ഥാൻ ഫനായിലായപ്പോൾ മാരിഫത്തിലെത്തിയപ്പോൾ എല്ലാം തൊലാക്ക് ചെല്ലുന്നൊരു അവസ്ഥ ഉണ്ട്. ആ അവസ്ഥയിലെത്തിയ സമയത്ത് അദ്ദേഹം ചിരട്ട ചൂടാക്കി തലയുടെ ഉച്ചിയിൽ വെച്ചിട്ട് പഴുപ്പിക്കും, എന്നിട്ട് തലച്ചോറ് വെന്ത തലച്ചോറ് കിളികൾ കൊത്തി ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്തും ഹൂ ഹാ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരുന്ന വല്ലാത്തൊരവസ്ഥ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ അവസ്ഥയെ പലരും ശരീഅത്തിൽ ഒരു പക്ഷേ അത് സ്വന്തം ശരീരത്തെ വേദനിപ്പിക്കൽ ശരിയല്ല, ശരീഅത്തിൻ്റെ വിഷയത്തിൽ അത് ഒരു പാതകമാണ്. പക്ഷെ അദ്ദേഹം അത് മജ്നൂനിയത്തിൽ പറഞ്ഞാൽ അദ്ദേഹം വേറൊരവസ്ഥയില്ല, പ്രണയത്തിൻ്റെ അങ്ങേയറ്റത്തിലാണ്. ആ അറ്റത്തിലെത്തിയ സമയത്ത് അദ്ദേഹം ചെയ്തൊരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം എഴുതിയ രചനയാണെന്നുള്ള പലരും പറയുന്നൊരു ഭാഗമാണ് മാനപ്രേമത്തിൽ. പക്ഷെ അതിനെ അർത്ഥം വെച്ചത് മറ്റു രീതിയിലാണ്. ഇപ്പോൾ ഇച്ചമസ്ഥാൻ്റെ പാട്ടുകളിൽ പൂപ്പച്ചയിൽ, മാനപ്പച്ചയിൽ, പക്കിപ്പച്ചയിൽ ഇങ്ങനെ 4-5 പോർഷൻസ് ഉണ്ട്, പല പച്ചകൾ പറയുന്നുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഡിവൈഡ് ചെയ്ത് നമ്മൾ വിശകലനം ചെയ്യുന്ന ആളുകൾ അതേ തലത്തിൽ നിന്ന് ഡിവൈഡ് ചെയ്യുന്നതാണ്. അതുപോലെ അദ്ദേഹം പറഞ്ഞൊരു ഭാഗമാണ് ഇതിൽ. ഇപ്പോൾ 2 രീതിയിൽ തന്നെ മാനപ്പച്ച എന്ന ആകാശപ്പച്ച എന്ന് പറഞ്ഞാൽ, അതായത് ആകാശപ്പച്ച എന്ന മൈരിഫത്തിൻ്റെ ലോകമാണ്, അങ്ങോട്ട് എത്തുന്ന പാട്ടുകളാണ്, അതിൽപ്പെട്ട പാട്ടാണ് ഈ പാട്ട്. പക്ഷേ ഈ പാട്ടിന് പലരും അർത്ഥം വെച്ചത് ലൈല മജ്നൂനെ പ്രണയിച്ച പോലെ നിങ്ങൾ അള്ളാഹിനെ പ്രണയിക്കൂ, അല്ലെങ്കിൽ ഞാൻ പ്രണയിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. ശരിക്കും അതിൻ്റെ അടിസ്ഥാനം അതല്ല. ഇങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുന്ന ഈ മനുഷ്യൻ അങ്ങനെയല്ല പറയാം പറഞ്ഞത്. മാനപ്രേമം, ഞാൻ മനുഷ്യനെന്ന് പറയുന്ന പ്രേമത്തിൽ മൺകൂടാണത്. ഞാൻ എന്ന് പറയുന്ന ഒരു പ്രേമം, മനുഷ്യന് പ്രേമമായത് എന്തുകൊണ്ടാണ്? ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, മനുഷ്യൻ അല്ലാഹു തആല വളരെ മനോഹരമായി സൃഷ്ടിച്ചിട്ടുണ്ട്. അത് അള്ളാഹിൻ്റെ ഒരു പ്രണയമാണ്. അള്ളാഹ്ക്ക് ഈ മനുഷ്യ കുലത്തോടുള്ള, മനുഷ്യ ശരീരത്തോടുള്ള ഇഷ്ടം കൊണ്ട് പഠിച്ചതാണ്. ആ പ്രണയത്തിലെ മൺകൂടാണ് ഞാൻ, ആ മൺകൂടാണ് ഞാൻ, ആ പ്രേമം എന്ന് പറയുന്ന മൺകൂടാണ്. എന്നിൽ മേയുന്ന ലൈല, മൺകൂടിൽ മേയുന്ന ലൈല ആരാണ്? റൂഹാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എടി റൂഹാണ്, ലൈല റൂഹാണ്. സ്ത്രീലിംഗത്ത് പറയുന്നതെല്ലാം റൂഹിനെയാണ് സൂഫി കവികൾ പറയാറുള്ളത്. പുല്ലിംഗം, പുരുഷലിംഗത്തിൽ പറയുന്ന എടാ വാട അല്ലെങ്കിൽ മജ്നൂൻ എന്നൊക്കെ പറയുന്നതൊക്കെ ശരീരത്തിനെയാണ്. ആ അവസ്ഥ മൺകൂടിൽ മേയുന്ന എൻ്റെ ലൈല മായാലോകത്താണ്, എൻ്റെ ലൈല മായാലോകത്താണ്. അതായത് ഞാൻ മാരിഫത്തിലാണ്. എങ്ങനെ? 4 കൊണ്ട് 4 ആറിൽ മുഴുകി. ശരീഅത്ത്, ഹഖീഖത്ത്, ത്വരീഖത്ത്, മാരിഫത്ത് എന്ന് പറയുന്ന 4 മശായിഖന്മാരെന്ന് പറയുന്നുണ്ട്. എന്തു വന്നാലും ഞാൻ അതിന് വേണ്ടി എല്ലാ കർമ്മങ്ങളും ചെയ്തു, എനിക്കതിൻ്റെ കണക്ഷൻ കിട്ടി, അല്ലെങ്കിൽ അതിൽ എന്നിട്ട് ഞാനത് എൻ്റെ ലൈലയെ പോറ്റി, എൻ്റെ ലൈല മായാലോകത്താണ്. അതുകൊണ്ട് എൻ്റെ ചെയ്തികൾ കണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, മറ്റു രീതിയിൽ അതിന് അർത്ഥം വെക്കേണ്ട, വ്യാഖ്യാനിക്കേണ്ട എന്നുള്ള ഉദ്ദേശത്തിൽ എഴുതിയ പാട്ടാണത്. അതെ, പക്ഷേ അതിന് മറ്റു രീതിയിൽ അർത്ഥം വെച്ചിട്ട് വേറെ രീതിയിലാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആ സൂഫി കവിത എടുക്കുന്ന സമയത്ത് അതിനെ വ്യക്തമായി പഠിക്കാതെ, സൂഫിയുടെ അവസ്ഥ മനസ്സിലാക്കാതെ അതിന് അർത്ഥം വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പരമാവധി അർത്ഥം വെക്കാറുള്ളത് എൻ്റെ രചന തന്നെ. ഞാനിപ്പോൾ ഈ അർത്ഥം വെച്ചത് തന്നെ പൂർണ്ണതയാണെന്ന കാര്യത്തിൽ എനിക്ക് ഭയമാണ്. കാരണം ഇച്ചമസ്ഥാനൊക്കെ അത്രയും വലിയ അവസ്ഥയുള്ള ആളുകളാണ്. ഇച്ചമസ്ഥാനാവട്ടെ, അബ്ദുൾ റസാഖ് മസ്താൻ പൊന്നാനി, KV അബൂക്കർ മാസ്റ്റർ പൊന്നാനി, ഇവരൊക്കെ അത്രയും വലിയ മഹാന്മാർ. ഇപ്പോൾ പട്ടാപകൽ ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു, ആ പാട്ടിനൊക്കെ വ്യക്തമാണ്. പക്ഷെ അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞു കിടക്കുന്ന ചരിത്രം പറയണം. അദ്ദേഹം മജ്ദൂബിലായിട്ട് ഉലകം ചുറ്റുന്ന സമയത്ത്
അദ്ദേഹത്തിനെ പരിഹസിക്കുന്നത് ഉമ്മ കണ്ട് ഉമ്മാൻ്റെ വേദന അറിഞ്ഞപ്പോൾ ഉമ്മാക്ക് എഴുതിയ കത്താണ് ആ പാട്ട്. ഞാൻ ഇതുകൊണ്ട് മനുഷ്യനെ തേടി നടക്കണം ഉമ്മ എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ എഴുതിയ പാട്ടാണത്. നാട്ടുകാർ പരിഹസിച്ചപ്പോൾ, ഭ്രാന്തൻ എന്ന് പരിഹസിച്ചപ്പോൾ ഈ മനുഷ്യൻ എഴുതിയ പാട്ടാണത്. എല്ലാം തമാശ ഇവിടെ, എല്ലാം തമാശ, എല്ലാം തമാശ ഇവിടെ, എല്ലാം തമാശ. നിസ്കാരം നടക്കുന്നുണ്ട് ഉള്ളിൽ തമാശ, നോമ്പും നോറ്റ് ക്ഷീണിക്കുന്നുണ്ടതിലും തമാശ. നിസ്കാരം നടക്കുന്നുണ്ട് ഉള്ളിൽ തമാശ, നോമ്പും നോറ്റ് ക്ഷീണിക്കുന്നുണ്ടതിലും തമാശ. ഈമാനില്ല കാട്ടിക്കൂട്ടലെല്ലാം തമാശ, എല്ലാം തമാശ, എല്ലാം തമാശ ഇവിടെ, എല്ലാം തമാശ, എല്ലാം തമാശ ഇവിടെ, എല്ലാം തമാശ. ഇപ്പോൾ മൻസൂറെ സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് ഇസ്തിലാഹിയായ ടെക്നിക്കൽ സാങ്കേതിക പദങ്ങൾ ഒരുപാട് പറഞ്ഞു. പക്ഷെ നമ്മുടെ ഈ സംസാരം കേൾക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ച് ഈ വാക്കുകളൊക്കെ അപരിചിതമായിരിക്കും. ഫന, മാരിഫത്ത്, തരീഖത്ത്, മജ്ദൂബ്, മജ്നൂൻ എന്നൊക്കെ പറയുമ്പോൾ അതിപ്പോൾ നമുക്ക് ഈ സംസാരത്തിൽ പൂർണ്ണമായിട്ട് വിശദീകരിച്ചെടുക്കാനുള്ള സമയമല്ല, മാത്രമല്ല അങ്ങനെ വിശദീകരിച്ചാൽ കഴിയേയില്ല. എനിക്ക് അതേപോലെ തന്നെ അറിയേണ്ട ഒരു സംഭവമാണ് നിങ്ങൾ ദർവീഷ് എന്ന് പറയുന്ന വർത്തുള നൃത്തം സൂഫികൾ ചെയ്യുന്ന. അതിൽ കാണിക്കുന്ന ഒരുപാട് അംഗവിക്ഷേപങ്ങളുണ്ട്, അതിനും പ്രത്യേക തരത്തിലുള്ള അർത്ഥമുണ്ട്. ഒരുപക്ഷെ തരീഖത്തല്ലാതെ ഈ സാധാ ശരീഅത്തിൽ ജീവിക്കുന്ന പണ്ഡിതന്മാരെ സംബന്ധിച്ചും ആളുകളെ സംബന്ധിച്ചും ഈ നൃത്തം പോലും ആഭാസമാണെന്നോ അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ ഹറാമാണെന്ന് വരെ പറയുന്നുണ്ടാവും. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഈ പ്രണയം എന്ന് പറയുന്നതാണ് ഫന്ന്. കല എന്ന് പറയുന്നത് എല്ലാറ്റിലും കലയുണ്ട്. ഇപ്പോൾ ഈ ഒരു നിങ്ങൾ വസ്ത്രം ധരിക്കാൻ, എനിക്ക് വസ്ത്രം ധരിക്കാൻ ഈ ഒരു നിറത്തിൻ്റെ ആവശ്യമില്ല. നിറം ഇങ്ങനെ കോഡ് ചെയ്തുള്ളത് എന്തിനാണ്? അതൊരു ഭംഗിയാണ്, ഒരു കലയാണ്. എല്ലാ കലയും അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അള്ളാഹിനെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ലിമിറ്റേഷൻസ് ഇല്ല. എല്ലാ കലയും എടുത്തു നോക്കി, എല്ലാം ആരിൽ നിന്നാണ്? അള്ളാഹുവിൽ നിന്നാണ്. അതാണ് ഫന്നിൻ്റെ രഹസ്യം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഡാൻസ് ആവട്ടെ, ഈ ഡാൻസിനെ ഹറാമാക്കുന്ന ആളുകൾ അവരുടെ അവസ്ഥ തീരാൻ ഇങ്ങനെ മതി. ഇപ്പോൾ നമ്മളൊരു മൗലൂദ് ഓതുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ആടും, ലാ ഇലാഹ ഇല്ലല്ലാഹ് ആടും. ഇപ്പോൾ മക്കൾ ദഫ് താളം ചോട്ടുന്നു, ദഫ് കളിക്കുന്നു. അപ്പോൾ അതൊക്കെ ഹറാമാവും. അതെങ്ങനെ അവർ കളിക്കുന്നത്? ആ ഹബീബിന് പാടും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് വന്ന സമയത്ത് ദഫ് കുട്ടി ആടി പാടിയെന്നാണ്. അത് അവരുടെ ആട്ടം. പിന്നെ ഇവരിതെങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ ഒറ്റ തള്ളവരിൽ അത് ആടുമ്പോൾ അവരിങ്ങനെ ഓരോ മുദ്രകളുണ്ട്, അവരിങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ കറങ്ങുന്ന മുദ്രകൾ. ഞാൻ എൻ്റെ ദുനിയാവ് എനിക്ക് വേണ്ട, ഞാൻ ഇവിടെ എല്ലാം ഏകാക്കിയിട്ടുണ്ട്. പിന്നെ ഏകനെ വിളിച്ച് പറയുന്ന ഭാഗം, പിന്നെ ഞാൻ ഫനായിലാണ്, ഞാൻ എല്ലാം എൻ്റെ എല്ലാം സമർപ്പിച്ചിരിക്കും. ഇങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ അതിനാണ്. അത് പറയും കുറേ വലിയ ചർച്ചയാണ്. അതായത് ഇതൊക്കെ ഇപ്പോൾ പറയുന്നത് ഞാൻ എൻ്റെ എല്ലാ സർവ്വ പ്രണയവും ഞാൻ ഇവിടെ എൻ്റെ ഹൃദയം അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ ഒരുപാട് അർത്ഥങ്ങൾ അതിനാണ്. അത് വലിയ വിശാലമായ പഠനമാണ്. റൂമിയുടെ ഒരു കലാരൂപം കൂടിയാണത്. റൂമിയിലൂടെ ഉറവിട്ട കലാരൂപം എന്നൊക്കെ ചരിത്രം പറയുന്നത്. അതിന് കുറച്ച് വലിയ പഠനങ്ങളില്ല, നമ്മൾ പറയുന്നത് അസംബന്ധം. പക്ഷെ എന്നിരുന്നാലും അതിൽ നിന്നൊക്കെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ അള്ളാഹിനെ പ്രണയിച്ചുകൊണ്ടിരിക്കണം. അത് അവരവരുടെ രീതിയിൽ അത് എക്സ്പോസ് ചെയ്യുന്നു. നിങ്ങളുടെ രീതിയിൽ എക്സ്പോസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ ഈ സിക്റിൽ നമ്മൾ ആടുന്നുണ്ട്. ഇതിലൊക്കെ ഒരു സയൻസ് ഉണ്ട്, ശരിക്കും ഉണ്ട്. തീർച്ചയായും നമ്മളെ കൊണ്ട് കഴിയുക ഒറ്റ കാലിൽ പിടിച്ചുകൊണ്ട് ഒറ്റ തള്ളവൽ കുത്തിക്കൊണ്ട് ലിമിറ്റേഷനൊക്കെ കറങ്ങാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അതിന് കോൺസെൻട്രേഷൻ നമ്മൾ എന്ത് ചെയ്യണം? ഒറ്റ കോണക്കൊത് കൊണ്ടുപോകണം. ആ ഒറ്റ കോൺ ഏതാണ്? അവർ ഇലാഹി പ്രണയത്തെയാണ് അവിടെ പറയുന്നത്. അവരുടെ ഹൃദയം എന്താവട്ടെ, ഒരാളെ ഹൃദയം അളക്കാൻ നിങ്ങൾക്കോ നമുക്ക് കഴിയില്ല. ഇനി അവർ അള്ളാഹിനെ പ്രണയിച്ചുകൊണ്ടാണ് ആ കറക്കം കറങ്ങുന്നതെങ്കിൽ, അള്ളാഹിനെ പ്രണയിക്കാതെ 5 വക്ത് നിസ്കരിച്ചുകൊണ്ട് അള്ളാഹിനോട് ഇഷ്ടമല്ല, സ്വർഗത്തിന് വേണ്ടി നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഇവരെ കുറിച്ച് പറഞ്ഞാൽ ഇവൻ്റെ അവസ്ഥ എന്തോ? അവരെ കൽബ് നമുക്ക് അളക്കാൻ പറ്റില്ല. അവരവരുടെ പ്രണയം അങ്ങനെ നടത്തട്ടെ. പിന്നെ പുറത്ത് അവർ നല്ല ഔറത്ത് ധരിച്ചിട്ടല്ലേ കളിക്കുന്നത്, തൊപ്പി ധരിച്ചിട്ടില്ലേ, അവരെ വൃത്തിയിലേ ചെയ്യണത്. എല്ലാറ്റിലും ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം സൂഫികൾ തന്നെ, അല്ലെങ്കിൽ ഇത്തരം സംഗതികൾ പഠിക്കുന്നവരെല്ലാവരും മനസ്സിലാക്കിയ സംഗതി എന്താ വെച്ചാൽ അതും അള്ളാഹുവിൻ്റെ പ്രണയമാണ്. കാരണം പാട്ടുകളിലൊക്കെ കാലിഗ്രഫിയുടെ ബേസിക് എടുത്ത് നോക്കുക. കാലിഗ്രഫിയുടെ ബേസിക്കലി അത് എന്താണ്? സൂഫിയാക്കളുടെ അടിസ്ഥാന കലാരൂപമാണ്. ഇപ്പോൾ ചിത്രരൂപത്തിൽ മൈനി രൂപത്തിലൊക്കെ നമ്മൾ വരയ്ക്കുന്നതല്ല യഥാർത്ഥ കാലിഗ്രഫി. ഇപ്പോൾ എനിക്കൊരു പെണ്ണിനോട് പ്രേമം തോന്നിയാൽ ഇപ്പോൾ M+M എന്ന് ബെഞ്ചിൽ ചുരണ്ടി വെക്കും. ബാത്റൂമിൽ പോയാൽ വരെ ബക്കറ്റ് വെള്ളം ചൊല്ലി ചോരും വരുതും. ഈ അള്ളാഹിനോട് പ്രേമം വന്നാൽ അള്ളാഹിൻ്റെ ഇസ്മുകൾ അവർ ഹാലത് എഴുതി വെക്കുകയാണ്. ഇപ്പോൾ റെഡ് കലർന്ന പല കാലിഗ്രഫിയും റെഡ് വൈറ്റ് കലർന്ന പല കാലിഗ്രഫിയും വായിക്കാൻ തിരിയില്ല. നീല ബാക്ക്ഗ്രൗണ്ടിലെ കാലിഗ്രഫി വായിക്കാൻ തിരിയും. അതിന് പറയാറുള്ളത് നീല ബാക്ക്ഗ്രൗണ്ടിലെ കാലിഗ്രഫി ശരിയത്താണ്. അതായത് കുറച്ച് അള്ളാഹിനെ പ്രേമിക്കുന്ന ആളാണ്. മറ്റത് ഫന ആണ്, മജ്ദൂബാണ്. ഫന എന്ന് പറയാൻ കാരണം അസർ മഗ്‌രിബിൻ്റെ ഗ്യാപ്പിലുള്ള ഔറാദുകളുള്ള ഒട്ടുമിക്ക ത്വരീഖത്തുകളും അള്ളാഹിനെ പ്രേമിച്ചവരാ. ആ സമയത്തിൽ ആകാശത്തിൻ്റെ നിറം ചോപ്പാണ്. ആ ചോപ്പാണ് ഇവർ ചായം പുലർത്തുക. അതായത് ആ നിറത്തോട് ഇവർക്ക് ഇഷ്ടം.
അതിൽ നിന്നാണ് പല കാലിഗ്രഫിയും. അത്തരം കാലിഗ്രഫി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമുക്ക് തിരിയില്ല. ഇപ്പം വരയ്ക്കണതല്ല, പ്രാചീന കാലത്തെ കാലിഗ്രഫികൾ. അപ്പോൾ എല്ലാറ്റിലും പ്രേമമാണ്. ആ പ്രേമത്തിനെ തിരിച്ചറിയുക. ആ പ്രേമിക്കാനാണ് അല്ലാഹു തആല എന്ത് ചെയ്തിട്ടുള്ളത്, ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത്. അതിനെന്ത് വേണം? ആദ്യം ഹബീബിൻ്റെ വാതിൽ മുട്ടണം. അപ്പോൾ ഹബീബിൻ്റെ വാതിൽ മുട്ടാൻ ഹബീബിനെ ഇഷ്ടപ്പെടണം. പൊക്കി പൊക്കി പറയണ കേട്ടിട്ടാരും ഉൾക്കുളിർ കൊള്ളണ്ട, കുറ്റം കേട്ട് മടുക്കുന്നെങ്കിൽ വിജയം വരുമത് തളരണ്ട. പടച്ചോനേൽപ്പിക്കാത്ത പണികൾ ചെയ്യും പടപ്പിനെ കൊള്ളണ്ട, പടച്ചോനേൽപ്പിക്കാത്ത പണികൾ ചെയ്യും പടപ്പിനെ കൊള്ളണ്ട. പടപ്പിനെ അളന്ന് പടച്ചോനാകാൻ പടപ്പേ വെറുതെ തുനിയണ്ട, ഉള്ള സ്വത്ത് കളയണ്ട. പൊക്കി പൊക്കി പറയണ കേട്ടിട്ടാരും ഉൾക്കുളിർ കൊള്ളണ്ട, കുറ്റം കേട്ട് മടുക്കുന്നെങ്കിൽ വിജയം വരുമത് തളരണ്ട. മൻസൂറിൻ്റെ പാട്ടുകളിൽ ഒരിക്കലും തന്നെ നമ്മൾ സാധാരണ കേൾക്കാറുള്ള ഓർക്കസ്ട്ര ഉപയോഗിക്കുന്നത് കാണാറില്ല. അതിന് പ്രത്യേകിച്ച് വല്ല കാരണമുണ്ടോ? അത് രണ്ട് കാരണമാണ്. ഓർക്കസ്ട്ര മ്യൂസിക്കിനെ കുറിച്ച് പറയുമ്പോൾ വിശാല പഠനമാണ്. ഹറാം എന്ന് ശരീഅത്തിൻ്റെ ചില വിഷയങ്ങൾ സൂക്ഷ്മതക്ക് അത് മാറ്റിവെക്കണം. ഞാൻ ഉപയോഗിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇത് എല്ലാവരിലേക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ എത്തണം. അതിനുവേണ്ടിയാണ്, അതിനുവേണ്ടി മാത്രമാണ് ഞാനത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇസ്ലാമിക വേദികളിലാണ് ഇത് ഹയാത്താവുള്ളൂ. ഇസ്ലാമും ദഅവത്ത് നടക്കുന്ന വേദികളിൽ ഇത് ഹയാത്താവുള്ളൂ. പക്ഷേ ഇവിടെ ഹയാത്തായ മാത്രം പോരാ. നിസ്കരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ അള്ളാഹിനെ അറിയുന്ന ഒരാളെ ഒന്നും കൂടി അറിയിക്കുന്നതിനേക്കാൾ സന്തോഷം അറിയാത്ത ഒരാളെ കൊണ്ട് അള്ളാഹിൻ്റെ പ്രേമം തെറ്റിദ്ധരിച്ച ആളുകളുണ്ട്. അള്ളാഹ് ശിക്ഷിക്കുന്ന ആളാന്ന് പറഞ്ഞ് തെറ്റ്, അവരിലേക്ക് അള്ളാഹിൻ്റെ പ്രേമം എത്തിക്കണം. അപ്പോൾ അവരിലേക്ക് എത്തും വേണം, ഇവിടെ നിലനിൽക്കും വേണം. എനിക്ക് എൻ്റെ കുടുംബത്തിൽ നിന്ന് പുറത്താവാനും പാടില്ല, മറ്റു കുടുംബത്തേക്ക് എനിക്ക് വിരുന്ന് പോകും വേണം. ആ ഒരു ആശയത്തിന് A.R. റഹ്മാൻ ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ച് പാടിയ പാട്ടാണ് ഹോജ എന്നുള്ളത്. ആ പാട്ട് ആസ്വദിക്കാറുണ്ടോ? അല്ല അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അതിൽ ഹോജ മേരി ഹോജ ആ പാട്ടിലൊരു കമൻറ്റ്, ഒരു ശ്രീലങ്കക്കാരൻ എഴുതിയ കമൻറ്റ് ഇപ്പോഴും ആണെങ്കിൽ നമ്മൾ നിരീക്ഷിച്ച് നോക്കിയാൽ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയ കമൻറ്റ് ഉണ്ട്. അതിൽ അയാൾ എഴുതിയതിൻ്റെ തർജ്ജമ എന്ന് പറഞ്ഞാൽ ഈ A.R. റഹ്മാൻ ഈ പാട്ടിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, ഇതിൽ ഒളിഞ്ഞു കിടക്കുന്നൊരു പ്രകാശമുണ്ട്. ആ പ്രകാശത്തിൽ ലയിച്ചത് കൊണ്ടാവാം ഈ ഹാജയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ A.R. റഹ്മാൻ വാഴ്ത്തുന്നത്. എന്നിരുന്നാലും എത്ര മനോഹരമാണ് ഇത്. കേൾക്കുമ്പോൾ തന്നെ ഉള്ളു വല്ലാതെ അങ്ങോട്ട് വിശാലാവുന്നുണ്ട്. എനിക്കും ആഗ്രഹമുണ്ട് ആ പ്രകാശത്തെക്കുറിച്ച് അറിയാൻ. അതായത് അത് അത്രയും വെസ്റ്റേൺ മ്യൂസിക്കെല്ലാം ഉപയോഗിച്ച് കീബോർഡ്, ഹാർമോണിയം, തബലൊക്കെ ഉപയോഗിച്ച് അത് ചെയ്തത് കൊണ്ടാവാം അത്തരം മ്യൂസിക് കേൾക്കുന്ന ആളുകളിലേക്ക് അതെത്തിയത്. അതിനെ ഹറാം എന്ന് പറഞ്ഞ് തള്ളുന്നവർ മണ്ടന്മാരാണ്. ഇത്ര ചിന്താഗതി ഇല്ലാത്ത ആളുകളിലേക്ക് ഈ ദഅവത്ത് എത്തിക്കാൻ ഒരു പക്ഷേ ഇത് ഉപകരിച്ചിട്ടുണ്ട്. മൻസൂർ പറഞ്ഞു വന്ന കാര്യത്തിൽ നിന്ന് മനസ്സിലാവുന്നത് പാടുന്ന ആളുടെ മാനസികാവസ്ഥയാണെന്ന് മനസ്സിലായി. എന്നാൽ സാധാരണ രീതിയിൽ അജ്മീർ പോലുള്ള ദർഗകളുടെ പുറത്തിരുന്നിട്ട് ഇപ്പം നിസാമുദ്ദീൻ ഔലിയൻ്റെ അടുത്തൊക്കെ പോയി നമ്മൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ കവാലികൾ ഇങ്ങനെ പാടിക്കൊണ്ട് ഒരു അരോചകമായ രീതിയിലോ, ആസ്വദിക്കുന്നവർക്ക് ആസ്വദിക്കാം, അല്ലാത്ത ആളുകൾക്ക് അരോചകമായി ഫീൽ ചെയ്യുന്ന രീതിയിൽ വലിയ ശബ്ദത്തിൽ പാടാറുണ്ട്. സൂഫി സംഗീതം ചെയ്യുന്നത് അവരുടെ സമർപ്പണമായിട്ട് തന്നെയാണോ കാണേണ്ടത്? അതുകൊണ്ട് തന്നെ ഇപ്പോൾ അരോചകമാണ് പലർക്കും ഇപ്പോൾ നമ്മൾ തന്നെ പറഞ്ഞു. എന്നിട്ട് വരെ അവർ നിലനിർത്തുന്ന കാരണം എന്താ? എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു തീർക്കും. അതാണ് മന്നാ നിന്നോട് സംസാരിക്കാൻ ആശ വരുത്തുണ്ട്, എന്നാൽ പണ്ഡിത ലോകം പറയും ഞാനൊരു ഭ്രാന്തനാണെന്ന്. ഞാൻ ഭ്രാന്തനാണ്. പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥ ദുനിയവിയായ പണ്ഡിതന്മാരെ കുറിച്ചാണ്, ഉഖ്റവിയായ പണ്ഡിതന്മാരല്ല. ബാഹ്യമായിട്ട് പഠിച്ചവർ പറഞ്ഞു ഓൻ ഭ്രാന്തനാണെന്ന്. പക്ഷെ എന്നാലും ഞാൻ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അത് അവരവരുടെ പ്രേമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അവർ ഓഡിയൻസ് അല്ല പ്രശ്നം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സൂഫി പാട്ടുകൾ പാടുന്നവരെ അല്ലെങ്കിൽ അത് ലയിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കേൾവിക്കാരൊരു വിഷയമേ അല്ല. സൂഫി സംഗീത ധാരയിൽ ഇസ്ലാമിക് മാത്രമേ ഉള്ളൂ, മറ്റു മതങ്ങൾക്ക് ഇത്തരം ഗാനങ്ങളൊന്നുമില്ല. അതായത് എല്ലാറ്റിലും ദൈവപ്രണയം ഒന്നേ ഉള്ളൂ. ക്രിസ്ത്യൻസ് ആവട്ടെ, ക്രിസ്ത്യൻസ് പറയാനുള്ളത് യേശു സ്നേഹമാണെന്നാണ്, അവരെ ദൈവമാണ് യേശു സ്നേഹമാണെന്ന്. ഹിന്ദുസിൻ്റെ സംഗീത ശാഖകളിലും അതാണ് പറയേണ്ടത്. എല്ലാം പറയുന്നത് പരമമായ ദൈവം അത് അല്ലാഹു മാത്രമാണ്. എല്ലാവർക്കും സ്നേഹമാണ്. സ്നേഹത്തിലല്ലാതെ എവിടേക്ക് എത്താൻ പറ്റില്ല. സ്നേഹം തേടുന്നവർക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ യഥാർത്ഥ സംഗീതം, ഇപ്പോൾ ശ്രീനാരായണ ഗുരു സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശവാഹകനാണ്. എന്തുകൊണ്ടാണ് ഇച്ചമസ്താൻ ഏറ്റവും വലിയ സുഹൃത്തായി മാറിയത്? ഏറ്റവും വലിയ അറിയപ്പെട്ട എഴുതിയ കുഞ്ഞായി മുസ്ലിയാർ നൂൽമത എഴുതിയ വലിയ മഹാനാണ്. വലിയ തസവുഫിന് അങ്ങേറ്റ തമാശയിലൂടെ തസവുഫ് പരത്തിയ ആളാ, വലിയ മഹാനല്ലേ. ഏറ്റവും വലിയ സുഹൃത്താരായിരുന്നു? മങ്ങാട്ടച്ഛനല്ലേ. ഒന്നും വേണ്ട, ഒരു കാലത്ത് ഏറ്റവും വലിയ വിലായത്തിൻ്റെ അങ്ങേയറ്റം താണ്ടിയ വലിയ മഹാനല്ല മൗലദബീല മമ്പ്രമി ഖദ്ദസല്ലാഹു സിറുൽ അസീസ്. അവിടെ ഏറ്റവും വലിയ സുഹൃത്താരായിരുന്നു കോതുനായരല്ലേ. എണ്ണപ്പെടുമ്പോൾ ഇവരാരും മോശക്കാരല്ലല്ലോ. വെളിയങ്കോട് ഉമർഖാളി, മഖ്ദൂമാർക്ക് ചരിത്രത്തിൽ നോക്കുമ്പോൾ എല്ലാറ്റിലും അവിടെ ഇലാഹി പ്രണയത്തിൽ മതത്തിൻ്റെ മതിൽക്കെട്ടില്ല. അവിടെ മനുഷ്യരാണ് അവിടെ ഉള്ളത്. ആരെയാണ് ഇഷ്ടമുള്ള ഗായകന്മാരൊക്കെയാണ്? പാട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗായകൻ ഷഹബാസ് അമന.
ഒരു തവണ നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ ആത്മാവ് തൊട്ട ഗായകന, ഹൃദയം തൊട്ട് പാടും, മറ്റൊരു മോശക്കാരനല്ല. അത് ആ റൂട്ട് സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം ഇപ്പോൾ എ റഹ്മാനെ പോലുള്ള ആളുകൾ, എക്സ്പെഷ്യലി താഴത്തെ ചിന്തികള ഷഹബാസ് അമൻ രചയിതാക്കൾ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തും. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന രചയിതാവ് എന്ന് പറഞ്ഞാൽ ഒന്ന് മോയിൻകുട്ടി ബദർ, അതേപോലെ തന്നെ ഇച്ച മസ്താൻ, ഗുണംകുടി മസ്താൻ, ഇങ്ങനെ 3 പേരാണ്. മൻസൂർ എഴുതുന്ന പാട്ടുകൾക്ക് ഇതിവൃത്തങ്ങൾ കിട്ടുന്നത് എവിടെ നിന്നാണോ? മറുപടി ഇല്ലാത്ത ചോദ്യമാണ്. കാരണം ഇപ്പോൾ എൻ്റെ കൂടുതൽ ഇപ്പോൾ ഷിയാബക്ക ഇവരോടൊക്കെ പറയും, ഇന്നലെ ഒരു പാട്ട് കുറച്ച് എഴുതി. പാട്ടുകൾ ഒരു സബ്ജക്റ്റ് നമ്മൾ തയ്യാറാക്കുന്നതല്ല, പാട്ട് വേണ്ടി എഴുതാൻ വേണ്ടി ഇരുന്ന പാട്ടുകൾക്ക് ഒരു പാട്ട് ഇതുവരെ വന്നിട്ടില്ല. എവിടെ നിന്നാണ് കിട്ടുമെന്ന് ചോദിച്ചാൽ അറിയില്ല, അങ്ങോട്ട് എഴുതും. ട്യൂണോട് കൂടി ചുട്ടെടുക്കണ പോലെ വരിക. പിന്നെ അത് നമ്മൾ സുഹൃത്തിനെ വിളിച്ച് റെക്കോർഡ് ചെയ്യാന്നല്ലാതെ അത് എവിടെ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതെനിക്കറിയില്ല. അത് പാരമ്പര്യപരമായി നേരത്തെ ഇതിവൃത്തം അന്വേഷിക്കാറില്ല, പദങ്ങളെ തേടി പിടിക്കാറില്ല. എഴുതിയ പദങ്ങൾ എഡിറ്റ് ചെയ്യാൻ ബന്ധപ്പെട്ട ഉസ്താദുമാർക്ക് അയച്ചു കൊടുക്കും. എന്തെങ്കിലും പോരായ്മകളുണ്ടോ, എഡിറ്റ് ചെയ്യാനുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് വിളിക്കും. ഇപ്പോൾ പല അക്കങ്ങൾ കൊണ്ടുള്ള പാട്ടുകളും സംസ്കൃതം കൊണ്ട് വരെ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ സംസ്കൃതം പഠിച്ച ആളല്ല, ഒരു മതം എഴുതിയിട്ടുണ്ട്. മൻസൂറിന്റെ ഈയിടെ വളരെ പ്രശസ്തമായ ഒരു പാട്ടാണ് അഹം കൊണ്ട് മുളച്ച മരത്തിൽ. അഹം കൊണ്ട് മുളച്ച മരത്തിൽ പൂവ് വിരിയൂല, പൂവ് വിരിയൂല. കിബർ കൊണ്ട് കുഴിച്ച കിണറ്റിലെ വെള്ളം പറ്റൂല, ദാഹം തീരൂല. വേഷം കണ്ടൊരാളെയും അളക്കാനൊക്കൂല, ആ ഉള്ള് കാണൂല. തെറ്റ് കണ്ടാൽ കുറ്റം പറയും രീതി പറ്റൂല, തിരുത്താതൊക്കൂല. അഹം കൊണ്ട് മുളച്ച മരത്തിൽ പൂവ് വിരിയൂല, പൂവ് വിരിയൂല. കിബർ കൊണ്ട് കുഴിച്ച കിണറ്റിലെ വെള്ളം പറ്റൂല, ദാഹം തീരൂല. കുടുംബവിശേഷം ഒന്ന് പറയാം. കുടുംബവിശേഷം പുതുശ്ശേരി പറമ്പിൽ തറവാട്ടിൽ അബൂബക്കർ, അതായത് അബുട്ടിക്ക ഫാത്തിമ ദമ്പതികളുടെ 12 മക്കളിൽ 11ാമനാണ്. അതിൽ മൂത്ത ഒരു പെങ്ങൾ മരിച്ചു, ബാക്കി 11 പേരും ഹയാത്തിലുണ്ട്. 6 ആൺകുട്ടികളും 5 പെൺമക്കളും. ഇപ്പോൾ ഞാനും എൻ്റെ അനിയനാണ് വീട്ടിലുള്ളത്. പിന്നെ ഉപ്പയും ഉമ്മയും മറ്റൊരൊക്കെ വേറെ പോയി. അതിലെനിക്ക് 3 മക്കളും 3 ആൺകുട്ടികളാണ്. എൻ്റെ ഭാര്യയുടെ പേര് ഫാത്തിമ റുഹുസി, മുഹമ്മദ് കുട്ടിയാജിയുടെ മകളാണ്, പുല്ലാട്ടുളപ്പിൽ. മക്കളെ പേര് മുഹമ്മദ് റസാൻ, മുഹമ്മദ് അഹ്യാൻ, മുഹമ്മദ് അസ്ലി. എത്ര പാട്ടുകൾ ഈ കാലയളവിൽ എഴുതിയിട്ടുണ്ടാവും? സൂഫി ഗാനങ്ങൾ എന്ന് പറയുന്ന തലത്തിൽ 100-ലേറെ പാട്ടുകൾ. ആരെങ്കിലും സൂഫി പാട്ട് വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെടാറുണ്ടോ? അങ്ങനെ കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ പ്രോഗ്രാമിന് പോകുന്ന ഒരാൾ വിളിച്ചിട്ട് പാട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ വിളിച്ച് പറഞ്ഞ ഒറ്റ കണ്ടീഷൻ അവരോട് വെച്ചത്. ആ കണ്ടീഷൻ അവർ ഓക്കെ അല്ലാത്തത് കൊണ്ട് അവരോട് വിളിച്ചിട്ടില്ല. എന്തായിരുന്നു ആ കണ്ടീഷൻ? അല്ല, കണ്ടീഷൻ മറ്റൊന്നുമല്ല. ആ പാട്ടുകൾ പാടുന്ന സമയത്ത്, കാരണം ഒരു പാട്ട് പോലും ഒതുവില്ലാതെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല. അത് ഞാൻ എൻ്റെ അടുത്ത് പറയില്ല, കാരണം അത്രയും പവിത്രത കൽപ്പിക്കുന്ന സംഭവമാണ്. അവർ വിഭാഗത്താണ്. എനിക്ക് നാളെ എൻ്റെ കാലം മരിക്കുക എന്ന സംഭവമല്ല. ഇവിടെ നിന്ന് ഞാൻ അടുത്ത ജീവിതത്തേക്ക് പോകുന്ന സമയത്ത് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തൊരു സമ്പത്താക്കിയിട്ടാണ് പോണത്. അതിൻ്റെ ഉപ്പ ബഹുമാനപ്പെട്ട താഴ്വ മുഹമ്മദ് കുഞ്ഞു മൗലവി, അവരുമായിട്ട് നല്ല അഭേദ്യമായ ബന്ധം ഉപ്പാക്കുണ്ട്. ഉപ്പ താഴ്വ ഉസ്താദ് ഒരു കാലത്ത് നാട്ടിൽ വയല് പറയാൻ വരുന്നതിന് വേണ്ടി ഉപ്പാന് സുഹൃത്തുക്കൾ കൂടിയിട്ട് വലിയ റോഡ് കെട്ടിയ റോഡ് ഇപ്പോൾ നാട്ടിലുണ്ട്. ഉപ്പ കെട്ടിയ റോഡാണ്. ആ റോഡ് കണ്ട സ്നേഹത്തിൽ താഴ്വ ഉസ്താദ് ഉപ്പാക്ക് ഇജാസ് ചെയ്ത് കൊടുക്കുകയും ആ താഴ്വ ഉസ്താദിൽ എൻ്റെ ഉപ്പാക്കുള്ള സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട അൽമം വാഹിബുൽ ജലിയ എന്ന് പറയുന്ന ഗ്രന്ഥം, താഴ്വ ഉസ്താദിൻ്റെ ഗ്രന്ഥം നമുക്ക് മുഴുവൻ പാടാനുള്ള അവകാശം അവരെ മക്കളെ നേരിട്ട് തരുകയും ചെയ്ത. അങ്ങനെ അവരുടെ ഒരു സിൽസില പ്രകാരം, അല്ലെങ്കിൽ അത്തരം ബന്ധങ്ങൾ പ്രകാരം ഇപ്പോൾ നിലവിലെ ബഹുമാനപ്പെട്ട സ്വാദിഖ് ഉസ്താദ് കാവന്നൂർ, റഹ്മത്തുള്ളാഹി ഹാസിമി ഉസ്താദ് മുത്താടം പോലുള്ള മഹാന്മാർ, ആ ഒരു സിൽസില, ബഹുമാനപ്പെട്ട ബക്കർ ഉസ്താദ് കാസർഗോഡ് പോലുള്ള ആളുകളിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു സ്നേഹത്തിൽ നിന്നുണ്ടാവുന്നതാണ് ഇഷ്ക്. നമ്മളതായി ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ വില ഞാൻ കൽപ്പിക്കുമ്പോൾ മറ്റുള്ളവർ കൽപ്പിച്ചില്ലെങ്കിലും അതിൻ്റെ വിലയോടുകൂടി ഞാൻ തരുന്നത് നിന്ന് പറയുമ്പോൾ എനിക്ക് എന്നെ മുതൽ കൊടുക്കുന്ന ഒരു അവകാശമുണ്ട്. മറ്റു പൈസ ഒന്നും വേണ്ടില്ല, ആ ഒരു അവകാശത്തിൻ്റെ അവകാശം പറഞ്ഞതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞു പോയി. പിന്നെ അവർ വിളിക്കുകയാണെങ്കിൽ നമ്മൾ ഇതേ ഡിമാൻഡിലാണ് എന്ത് ചെയ്യും, ആർക്കും കൊടുക്കും. അതാണ് പാട്ടിൻ്റെ ഒരു ഓർഡർ. റിയാലിറ്റി ഷോകളിലൊക്കെ മൻസൂറിൻ്റെ പാട്ട് ആരെങ്കിലും പാടിയിട്ടുണ്ടോ? ഇസ്ലാമിക ഫെസ്റ്റുകളിലൊക്കെ, പട്ടിക്കാട് ജാമിനൂരിയ അതുപോലുള്ള ഒരുപാട് സനായ പോലുള്ള ഫെസ്റ്റുകളിലൊക്കെ പരിപാടികളിലൊക്കെ ഒരുപാട് പാട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കലയെ കേവലം കലയായി കാണാതെ തൻ്റെ ജീവിതം എന്താണോ എങ്ങനെയാണോ അത് തന്നെ തൻ്റെ സർഗജീവിതത്തിലൂടെ കാണിച്ചു തരുന്ന ഒരു മഹാവ്യക്തിയാണ് മൻസൂർ പുത്തനത്താണി. ഈ ജീവിതം സാർത്ഥകമായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒപ്പം നേരത്തെ പറഞ്ഞൊരു പ്രധാന സംഗതി, മൻസൂർ പുത്തനത്താണി ചെയ്യുന്ന കലാപ്രവർത്തനം കേവലം കലയ്ക്ക് വേണ്ടിയിട്ടല്ല, അത് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ്. നന്ദി, നമസ്കാരം.